നമസ്കാരം. നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും വൈറലായി ഓടിയ ഒരു വാർത്തയുണ്ട്. 15 വയസ്സു കഴിഞ്ഞ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാമെന്ന് സുപ്രീം കോടതി. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചു. ഇതായിരുന്നു വളരെ വൈറലായി ഓടിക്കൊണ്ടിരുന്ന ആ വാർത്ത. ഈ വാർത്ത ശരിയാണോ എന്നൊന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ ഞാനടക്കമുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം, ഇത് ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു. ഇനി നമുക്ക് നോക്കാം എന്താണ് സുപ്രീം കോടതിയിൽ നടന്നതെന്ന്. NCPCR അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് വേഴ്സസ് ജാവേദ് ആൻഡ് അതേഴ്സ്, ഇതാണ് സുപ്രീം കോടതിക്ക് മുന്നിൽ വന്ന കേസ്. ഈ കേസ് വന്നത് നേരത്തെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ ജാവേദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ആൻഡ് അതേഴ്സ് എന്ന കേസിന്റെ മറപിടിച്ചാണ്. ആ കേസ് എന്തെന്നാൽ 26 വയസ്സുള്ള ഒരു മുസ്ലിം യുവാവ് 16 വയസ്സുള്ള തന്റെ മുസ്ലിം ഭാര്യയെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ ഒരു ഹെബിയസ് കോർപ്പസ് ഹർജിയുമായി എത്തുന്നു. ആ ഹർജിയുടെ വിശദവാദങ്ങളിൽ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി വിധിച്ചത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ 16 വയസ്സായ ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയതായി കാണപ്പെടുന്നു. അതുകൊണ്ട് മറ്റൊന്നും തന്നെ നോക്കാതെ ഈ ജാവേദ് എന്ന യുവാവിന് തന്റെ 16 വയസ്സുള്ള ഭാര്യയെ വിട്ടുകൊടുക്കണം എന്ന രീതിയിലായിരുന്നു ആ കോടതിയുടെ വിധി വന്നത്. 2022 ഈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി വന്നത്. ഇതേ തുടർന്ന് ധാരാളം ഹർജികൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ചെല്ലുകയും ആ ഹർജികളൊക്കെ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരുന്നു വരികയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ അടക്കമുള്ള സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇന്ത്യയിൽ പാസാക്കിയിരിക്കുന്ന പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006, അതുപോലെ പോക്സോ നിയമപ്രകാരം 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ സമ്മതത്തോടുകൂടി പോലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ക്രിമിനൽ കുറ്റമായി കണക്കാക്കുകയും ജാമ്യം പോലും കൊടുക്കാത്ത രീതിയിൽ കേസെടുക്കുകയുമാണ് പതിവ്. ഈ നിയമങ്ങൾ പ്രകാരം ഈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ ആ വിധി ശരിയല്ല എന്ന് കാണിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുകയും പല സംഘടനകളും സുപ്രീം കോടതിയെ സമീപിക്കുകയും അപ്പീലുകൾ കൊടുക്കുകയും ആ അപ്പീലുകളെല്ലാം നിലവിൽ പെൻഡിംഗ് ആണ്. അതുമാത്രമല്ല 2023 ജനുവരിയിൽ തന്നെ സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി ഒരു പ്രീസിഡന്റായി മുൻകാല പ്രാബല്യത്തോടുകൂടിയോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒരു പ്രീസിഡന്റായി കണക്കാക്കാൻ പറ്റില്ല എന്നും ഈ വിധിയുടെ വെളിച്ചത്തിൽ നടക്കുന്ന മറ്റെന്തെങ്കിലും ഒന്ന് ആ വിധിയെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പാടില്ലെന്നും അത് കണക്കാക്കാനേ പാടില്ലെന്നും കൂടെ സുപ്രീം കോടതി ഒരു ഇന്ററിം ഓർഡറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും മുസ്ലിം പുരുഷന്മാരോ അല്ലെങ്കിൽ 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതെങ്കിലും പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയച്ച വീട്ടുകാരോ ഈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി കാണിച്ച് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ആ ഇന്ററിം ഓർഡറിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇങ്ങനെയിരിക്കെ നമ്മുടെ മാധ്യമങ്ങളുടെ തലക്കെട്ടായി വന്ന ആ വാർത്തയുടെ പിന്നിൽ എന്താണ് ആഗസ്റ്റ് 19, 2025 സംഭവിച്ചത് എന്ന് നോക്കാം. ഈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിക്കെതിരെ NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന സംഘടന സുപ്രീം കോടതിയെ സമീപിക്കുകയും ഈ കേസിൽ ഒരു അപ്പീല് ഈ സംഘടന സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഒരു കേസ് കൊടുക്കണമെങ്കിൽ അതിലെ വാദി ഒരു ഇൻജേർഡ് പേഴ്സൺ ആയിരിക്കണം. അതായത് അവർക്ക് നേരിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരിക്കണം അപ്പീലായിട്ട് പോകേണ്ടത്. ഇവിടെ NCPCR ഇതിലൊരു പാർട്ടിയേ അല്ല. അത് മാത്രമല്ല, അവർക്ക് ലോക്കൽ സ്റ്റാൻഡ് ഇല്ല, അതായത് നിയമപ്രകാരമുള്ള അവകാശമില്ല എന്ന് മാത്രമാണ് 2025 ഓഗസ്റ്റ് 19 സുപ്രീം കോടതി പറഞ്ഞത്. അല്ലാതെ ഈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി കാണിച്ച ആ വിധിക്കെതിരെ ഒരു വിധിയും സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. ആ വിധി സുപ്രീം കോടതി ശരിവെച്ചിട്ടുമില്ല. അന്ന് സംഭവിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. NCPCRന്
ഈ കേസിൽ ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്ന് മാത്രം പറഞ്ഞ് അവര് കൊടുത്ത അപ്പീൽ തള്ളുക മാത്രമാണ് സുപ്രീം കോടതി ചെയ്തത്. ഇപ്പോഴും മുസ്ലിം പെൺകുട്ടികളുടെ പ്രായം 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രമേ ഉള്ളൂ അവരെ വിവാഹം കഴിപ്പിക്കാമുള്ളൂ എന്ന ചോദ്യം സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി പ്രകാരവും സുപ്രീം കോടതി അതിനെ ശരിവെച്ചു എന്ന് കരുതി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മാതാപിതാക്കളെ, നിങ്ങൾ ചാടിക്കയറി മണ്ടത്തരമൊന്നും കാണിക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് 18 വയസ്സ് പൂർത്തിയാക്കാതെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കാൻ പോയാൽ തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞ പോക്സോ അടക്കമുള്ള നിയമങ്ങളിൽ നിങ്ങളും കുറ്റക്കാരാകും, ശിക്ഷിക്കപ്പെടും എന്നതിന് ഒരു മാറ്റവുമില്ല എന്നും കൂടി ഓർത്തോണം. അത് മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളെയോ സാമൂഹിക മാധ്യമങ്ങളെയോ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. എവിടെന്നെങ്കിലും ഒരു വിധി വന്നു എന്ന് ഇവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വെറാസിറ്റി, അതിന്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിലേക്ക് പോകാവുള്ളൂ. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുക. നാളത്തെ നമ്മുടെ നല്ല പൗരന്മാരായി അവരെ നിങ്ങൾ വളർത്തിയെടുക്കുക. രാജ്യത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നേട്ടമുള്ളവരായി നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ മാറ്റിയെടുക്കുക.